ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഞാനും ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഞാനും ആഗ്രഹിച്ചതാണ് ചാണ്ടി ഉമ്മന് തീർച്ചയായിട്ടും ആവും. യൂത്ത് അഫയേഴ്സ് എന്നോ സ്പോർട്സ് എന്നോ ഒക്കെ കേട്ട് ആദ്യമേ ന്യൂസ് വന്നപ്പോൾ ഞങ്ങളെല്ലാം വളരെ സന്തോഷിച്ചു, നമുക്കൊരു മന്ത്രിയുണ്ട്. പക്ഷേ ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാത്തതിൽ എനിക്കിപ്പോൾ നിരാശയില്ല. കാര്യം എന്ന് വെച്ചാൽ ചാണ്ടി ഉമ്മൻ മന്ത്രിസ്ഥാനമില്ലെങ്കിലും സംതൃപ്തനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ സതീശൻ പണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആയിരുന്നപ്പോൾ സതീശൻ ഭൂരിപക്ഷം കിട്ടി വന്നിട്ടും സതീശനെ മന്ത്രിയാക്കാൻ ഉള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും ഉമ്മൻചാണ്ടി മന്ത്രിയാക്കാത്തതിലുള്ള പരിഭവം ഉണ്ടോ എന്ന് ചാണ്ടിയമ്മനോട് ചോദിച്ചപ്പോഴത്തേക്ക് ചാണ്ടിയമ്മൻ പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ശവക്കല്ലറയിൽ പോലും ചാണ്ടിയമ്മൻ സതീശൻ പറഞ്ഞ വാക്കുകളാണ് എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ പോലും ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഒരിക്കലും എൻ്റെ മുഖ്യമന്ത്രി അങ്ങനെയുള്ള ഒരാളല്ല. അദ്ദേഹം ദൈവവിശ്വാസിയായ, ശരിക്കും ഡെമോക്രസി പാലിക്കുന്ന ഒരു ദൈവമാണ്. അദ്ദേഹം ചില നിർബന്ധങ്ങളോ നിബന്ധനകളോ വന്നുകൊണ്ടായിരിക്കും അദ്ദേഹം എന്നെ ആക്കാത്തത്. ഉടനെ അടുത്ത ചോദ്യം ചോദിക്കുന്ന അരുൺകുമാർ മുഖ്യമന്ത്രി വിളിച്ചായിരുന്നോ ഇതിനു ശേഷം ചോദിക്കുന്നു. ഇങ്ങനെ കുത്തി പത്രക്കാർ ചോദിക്കണം മന്ത്രിയാക്കാത്തത് എന്താ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വിളിക്കാൻ കഴിഞ്ഞ് കാണത്തില്ല, തിരക്ക് കാരണം ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ചില സമവാക്യങ്ങൾ നിർത്തിൽ കോൺഗ്രസിന് ഇത്ര സീറ്റ്, മറ്റു പാർട്ടികൾക്ക് ഇത്ര സീറ്റ് എന്നൊക്കെ ഡിവൈഡ് ചെയ്തു വന്നപ്പോൾ അങ്ങനെ ആയതാണെന്നാണ് ചാണ്ടിയമ്മൻ വിശ്വസിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കാനും ഉള്ള സാധ്യതയുണ്ട്. ചാണ്ടിയമ്മനെ പോലുള്ളവരെ മാത്രമേ മാറ്റി നിർത്താൽ എതിർപ്പ് വലുതായിട്ടുണ്ടാകത്തുള്ളൂ. 50,000 ഭൂരിപക്ഷത്തിൽ ജയിച്ച ചാണ്ടിയമ്മന് ഇനിയും നല്ലൊരു ഭാവിയുണ്ട്. സതീഷിൻ്റെ കൂട്ട് തന്നെയുള്ളൊരു ഭാവി ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സതീശൻ ഒരു മന്ത്രിയും ആയിരുന്നില്ല, പക്ഷേ സതീശൻ നമ്മുടെ ഒരു മുഖ്യമന്ത്രിയായിട്ട് തീരുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ചാണ്ടിയമ്മനെ കാത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ചാണ്ടിയമ്മനെ കാത്ത് ഒരുപാട് സ്ഥാനങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു. ചാണ്ടിയമ്മന് അതുകൊണ്ട് സമാനത്തോടെ നിൽക്കുക. ചാണ്ടിയമ്മന് അധികം പ്രായമൊന്നും ആയിട്ടില്ല. ചാണ്ടിയമ്മന് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള സ്ഥാനം ഒരിക്കലും എടുത്തു കളയത്തില്ല. ചാണ്ടിയമ്മനോടുള്ള പ്രശസ്തിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും എതിർപ്പും അതൃപ്തിയും ഒക്കെ ഉണ്ട്. ചാണ്ടിയമ്മനെ അത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. പുതുപ്പള്ളിയിൽ അദ്ദേഹം ചുമ്മാ അവിടെ നിന്നാലും മതി, ഒരു പ്രചരണത്തിന് ഒരു ചില്ലി കാശ് പോലും മുടക്കാതെ കേരളം മുഴുക്കെ ആ മാതൃക കാണിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്തോളൂ. അങ്ങനെ ഒരു മാതൃക കാണിച്ചതാണ് ചാണ്ടിയമ്മൻ. ചിലപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലെങ്കിൽ നിങ്ങൾ ഇനി എത്ര ഫ്ലെക്സ് അടിച്ചാലും, കണ്ടല്ലോ നമ്മൾ എത്രയോ ഫ്ലെക്സ് കേരളത്തിൻ്റെ അങ്ങേറ്റത്തോളം ഇങ്ങേറ്റത്തോളം കൂടി കോടിക്കണക്കിന് രൂപ മുടക്കി വെച്ചിട്ട് പോലും നിലം തൊടാതെ നമ്മുടെ ഒരു പാർട്ടി തോറ്റുപോയത്. അപ്പോൾ ഫ്ലെക്സിലൊന്നും ജനങ്ങൾക്ക് കാര്യമില്ല. ജനങ്ങൾക്ക് നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. ജനങ്ങൾക്ക് വിവരം കൂടിയൊന്നുമില്ല. സന്ദേശ സിനിമയിൽ പറയുന്ന പോലെ ജനങ്ങൾക്ക് വിവരമുണ്ട്, ആരാണ് എന്ത് കാണിക്കുന്നത്. ചെറിയൊരു റിഫ്ലക്ഷൻ പോലും ജനങ്ങൾക്ക് അവരുടെ ഹൃദയത്തിൽ അത് എങ്ങനെ ചെയ്യണം അവർ 10 പേരോട് പറയുകയും ചെയ്യും. പലപ്പോഴും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ 10 പേരോട് പിന്നെയും പറയുമ്പോഴത്തേക്ക് അവരുടെ വോട്ടുകൾ പോവും. അപ്പോൾ അതുകൊണ്ട് പെരുമാറുന്ന പെരുമാറ്റത്തിനൊക്കെയാണ് മാർക്ക്. ചാണ്ടിയമ്മൻ അവരുടെ ഹൃദയത്തിൽ നിന്നൊന്നും ഒരിക്കലും പോയിട്ടില്ല. 1000 മന്ത്രിമാരെക്കാൾ ചാണ്ടിയമ്മൻ ഹൃദയത്തിൽ, നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ചാണ്ടിയമ്മനുണ്ട്. ചാണ്ടിയമ്മനെ പുതുപ്പള്ളിക്കാരും കൈവിടത്തില്ല. ചാണ്ടിയമ്മൻ ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ അഹങ്കരിച്ച് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ചാണ്ടിയമ്മൻ ഇപ്പോഴും നല്ല ഹൃദയത്തിലുണ്ട്. ചാണ്ടിയമ്മൻ അഹങ്കരിക്കുന്നൊന്നുമല്ല. നല്ല വി.ഡി. സതീശൻ്റെ അത്രയും തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതിലും ക്വാളിഫിക്കേഷനാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അവിടെ പഠിച്ചതും അതുപോലെ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തതും. അവിടെ വി.ഡി. സതീശൻ ഇവിടെ ഹൈക്കോടതിയിലാണെങ്കിൽ സുപ്രീം കോടതിയിൽ ഒരു സീനിയറിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പഠിച്ച ഒരാളാണ്. LLBയും LLMും ഒക്കെ ഉള്ള വ്യക്തിയാണ്. അതുപോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ 2 MA ബിരുദാനന്തര